നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും പെട്ടെന്ന് പൊട്ടിമുളച്ച സ്നേഹം കണ്ട് കിളി പറന്ന് നിൽക്കുന്നത് പാർട്ടി സെക്രട്ടറിക്കാണ്. പിണറായിയുടെ വാക്കും കേട്ട് ആരിഫ് ഖാനെ വെല്ലുവിളിക്കാൻ പോയ MV ഗോവിന്ദനും ആർഷോയും തേഞ്ഞൊട്ടി നിൽക്കുന്നു. സർക്കാരിനേക്കാൾ ഗവർണറെ വെല്ലുവിളിച്ചത് CPM ആണ്. അതും സർക്കാരിനും പിണറായിക്കും വേണ്ടിയായിരുന്നു ഈ വെല്ലുവിളികളെല്ലാം. എന്നിട്ടിപ്പോൾ അവരൊന്നായി CPMന് ഗട്ടൗട്ട് അടിച്ചു. രാജ്ഭവനിൽ വെച്ച് കണ്ടപ്പോഴുള്ള മുഖ്യന്റെയും ഗവർണറുടെയും സ്നേഹപ്രകടനമാണ് വലിയ ട്രോളിന് വഴിവെച്ചിരിക്കുന്നത്. എവിടെ ഗോവിന്ദൻ സഖാവ്? ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് പൊങ്കാല. പിണറായി വിജയന്റെ ഗവർണർ സ്നേഹത്തിന് പിന്നിൽ പലതുമുണ്ട്. അതിൽ പ്രധാനം ഗവർണർക്ക് കേരളത്തിൽ സ്വീകാര്യത കൂടുന്നത് മുഖ്യനെ അലോസരപ്പെടുത്തുന്നു. കേരളത്തിൽ 2 ഭരണമാണ്, ഒന്ന് പിണറായിയും 2 ഗവർണറും എന്ന തരത്തിൽ ചർച്ചകൾ വന്നിരുന്നു. നട്ടെല്ലുള്ള ഗവർണറെ കേരളം കണ്ടു. അങ്ങനെ ചർച്ചകൾ വരുന്നത് പിണറായിക്ക് ക്ഷീണമാണ്. അതുകൊണ്ട് ഗവർണറെ ചൊടിപ്പിക്കുന്നത് നല്ലതിനല്ല, പകരം അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പിണറായിക്ക് മനസ്സിലായി. അതാണ് ഈ പെട്ടെന്നുള്ള സ്നേഹം. മുഖ്യന്റെ തല, മുഖ്യന്റെ ഫുൾ ഫിഗർ, അതിന് കോട്ടം തട്ടരുതല്ലോ. ഗോവിന്ദൻ മാഷ് എല്ലാം കണ്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. ഇന്നലെ വരെ തമ്മിൽ കണ്ടാൽ കൊഞ്ഞണം കുത്തിയിരുന്നവർ ഇന്ന് തോളിൽ കൈയിട്ട് നടക്കുന്നു. ഗവർണറെ മുട്ടുകുത്തിക്കാൻ സമരപരമ്പരയ്ക്ക് ചുക്കാൻ പിടിച്ച ഗോവിന്ദൻ മാഷ് ശശിയായി. വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വന്നതിലുള്ള നീരസത്തിന്റെ മഞ്ഞ് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ഇടയിൽ ഉരുകി തുടങ്ങിയെന്നാണ് സൂചന. നിയമസഭ പാസാക്കിയ ബില്ലുകളിന്മേലാണ് സർക്കാർ അവസാനമായി ഗവർണറോട് രൂക്ഷമായി പ്രതികരിച്ചത്. ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിന്റെ രൂക്ഷത തുറന്നുകാട്ടുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതെ വേദി വിട്ട ഗവർണറുടെ നടപടി. പോകുന്നിടത്തെല്ലാം മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുന്ന ഗവർണറെയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. ഇതിന് പിന്നാലെ SFI പ്രവർത്തകരുടെ പ്രതിഷേധവും ഗവർണറെ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഏറെ നാളിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും മുഖത്തോട് മുഖം കണ്ട സമയമാണ് പുതിയ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിനെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം ഉപചാരം ചൊല്ലി. പോരാത്തതിന് ചടങ്ങിന് ശേഷം ചായ സൽക്കാരവും നൽകിയാണ് ഗവർണർ മുഖ്യമന്ത്രിയെയും മന്ത്രിസംഘത്തെയും യാത്രയാക്കിയത്. ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പോലും ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ശരീരഭാഷ പിണക്കത്തിൻ്റെതായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ കണ്ടത് അതിന് നേർവിപരീതമാണ്. ചടങ്ങിൽ പരസ്പരം അടുത്തടുത്തായ സീറ്റുകളിൽ ഇരുന്ന മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമിടയിൽ അനിഷ്ടത്തിൻ്റെതായ ഒന്നും തന്നെ പ്രതിഫലിച്ചില്ല. ചടങ്ങിന് ശേഷം നടന്ന ചായ സൽക്കാരത്തിലാകട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെയും കുശലം ചോദിക്കുന്ന ഗവർണറെയുമാണ് കേരളം കണ്ടത്. അടുത്ത ഏറ്റുമുട്ടൽ എപ്പോഴാണെന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ആകെ നാറി നാണം കെട്ടുപോയത് പാർട്ടിയും MV ഗോവിന്ദനുമാണ്. ഗവർണറോട് വലിയ വെല്ലുവിളിയാണ് MV ഗോവിന്ദൻ നടത്തിയത്. പോരാത്തതിന് SFIക്കാരെ ഇറക്കി രാജ്ഭവന് നേരെ നിരന്തരം സമരം നടത്തിക്കൊണ്ടിരുന്നത് MV ഗോവിന്ദനാണ്. എന്നാൽ നിന്ന നിൽപ്പിൽ മുഖ്യൻ പ്ലേറ്റ് മാറ്റിയതോടെ നാണം കെട്ടു MV ഗോവിന്ദൻ.